എന്താ? ഇളയ മകളല്ലേ ശ്രീലക്ഷ്മി? അതെ. ആ കുട്ടി ഇൻകം ടാക്സ് ഓഫീസർ അല്ലേ? അതിന് താഴെയാണ്. ഉടനെ തന്നെ ഇൻകം ടാക്സ് ഓഫീസർ ആവും. ഞാൻ ആ കുട്ടിയോട് ഒരു സഹായം ചോദിക്കാൻ വേണ്ടി വന്നതാ. അയ്യോ, അതിനിപ്പോ അവള് ഇവിടെ ഇല്ലല്ലോ, ഹോസ്റ്റലിലാ താമസിക്കുന്നത്. ദൈവമേ, എന്റെ പ്രതീക്ഷ തെറ്റിയല്ലോ. പ്രതീക്ഷ തെറ്റിയിട്ടൊന്നുമില്ല. ഗിരിജ കാര്യം പറ. വേണുമാഷിന്റെ മകൻ ഗൾഫിലല്ലേ? എന്നാ വരുന്നേ? 2 ദിവസം കഴിയും. എന്റെ മകന്റെ ഒരു പ്രശ്നമാ വേണുമാഷെ. ആ, അവന്റെ ഒരു വൃക്ക തകരാറിലായി. അത് മാറ്റിവെക്കണം. അതിന് ഒരുപാട് പൈസ ചെലവുണ്ട്. ഞാൻ പലരോട് സഹായം ചോദിച്ചോണ്ടിരിക്കുക. അങ്ങനെ ഇങ്ങോട്ട് വന്നത്. ആ, ഗിരിജ വിഷമിക്കാതെ, എല്ലാം നടക്കും. കുറച്ച് കാശ് ഞാനിപ്പോ തരാം. എന്തെങ്കിലും പോരായ്മകളുണ്ടെങ്കിൽ നമുക്ക് പിന്നീട് വേണ്ടത് ചെയ്യാട്ടോ. ആ, പിന്നെ ഇത് തന്ന അവസാനിപ്പിക്കാന്ന് വിചാരിക്കണ്ട. മകന്റെ കാര്യത്തിൽ പണം തികയാതെ വന്ന എന്റെ അടുത്ത് വരാൻ മടിക്കണ്ട. ഞാൻ എങ്ങനെയാ മാഷെ നന്ദി പറയണ്ടേ? എന്താ ഇത്? ഞാൻ നന്ദി പറഞ്ഞു കഴിഞ്ഞു ദൈവത്തിനോട്. എനിക്ക് നിങ്ങളെ സഹായിക്കാൻ കഴിഞ്ഞല്ലോ. ദൈവമായിട്ട് എനിക്കൊരു അവസരം തന്നതാ. ഇതൊക്കെ എങ്ങനെയാ? ഗിരിജ വിഷമിക്കണ്ട, ചെല്ല്.